ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഒരു മാസത്തോളമായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതെൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, ഒരു 3 മാസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വീട്ടിലെ പുതിയ അതിഥികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 2 അതിഥികളുണ്ടായിരുന്നു. അതിൽ ഒരു അതിഥി ദേ ഇവിടെ പ്രസവവേദന എടുത്തിട്ട് ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവൾക്ക് ഒരു 7 മാസം 8 മാസം ആയപ്പോഴാണ് നമ്മൾ ഇവളെ മേടിക്കുന്നത് കേട്ടോ. അത് ചക്കിയാണ്. അപ്പം അവൾക്ക് ഇത് ഹീറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 കുഞ്ഞല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യത്തെ ഹീറ്റൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അവളെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഇരുന്നപ്പോൾ 3ാമത്തെ ഹീറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നൊക്കെ 59ാമത്തെ ദിവസമായപ്പോൾ അവൾ ഇതേ ഞങ്ങൾക്കൊരു കുഞ്ഞുവാവനെ തന്നു. വൈകിട്ട് ഒരു 6:30 ആയപ്പോഴാണ് അവൾക്ക് പ്രസവവേദന തുടങ്ങിയത്. പെട്ടെന്ന് അവൾ ഞങ്ങളെല്ലാ തുണികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് തന്നെ ഇക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം ഇക്ക അതേ ചക്കിക്ക് പ്രസവവേദന തുടങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിക്ക് ഓടി വന്ന് അപ്പത്തേനും ഇതേ അവൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ഒരു കുഞ്ഞിനല്ല കേട്ടോ, അവൾ പ്രസവിച്ച് ഒരു 6:30ക്ക് പ്രസവം തുടങ്ങി ഒരു 7:30 ആയപ്പോൾ അവളെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചടപടേനെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ അവൾ പെട്ടെന്ന് തന്നു കേട്ടോ. അവൾ എന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു, അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു പേടി, കാരണം മിക്ക പെട്ടെന്ന് തന്നെ പിന്നെ പുക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്തു. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എനിക്കും ഇക്കാക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ് പൂച്ചനെ വളർത്തുന്നത്, പ്രസവം എടുക്കുന്നത്, ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത്, ഹീറ്റാവുന്നത്, ക്രോസ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതേ അവൾ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ പൊക്കിൾക്കൊടി കട്ട് ചെയ്യാനും പിന്നെ പ്രസവവേദന എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചാൽ കൊണ്ടുപോയില്ലേ, അവിടുത്തെ ചേച്ചിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അതേ അവൾ 3ാമതൊരു കുഞ്ഞിനെ ഉള്ള ഒരു വെപ്രാളത്തിലാണ്. അതുപോലെ തന്നെ അവൾ പ്രസവിച്ച സമയത്ത് ഈ പൊക്കിൾക്കൊടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, പ്ലാസൻ്റ, അത് അവർ കഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അത് അവരെ പ്രസവരക്ഷയാണ്. അതുപോലെ തന്നെ അവർക്ക് മരുന്നാണെന്നാണ് പറയുന്നത്. പക്ഷേ ചക്കി കഴിച്ചില്ല, കാരണം ചക്കി പൊതുവേ ഇറച്ചിയൊന്നും കഴിക്കാത്തതാണ്. അതുകൊണ്ട് അവൾ ഇങ്ങനെ കടിച്ച് തുപ്പിക്കളഞ്ഞു. 3ാമത്തെ പ്രസവവേദന അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. കുഞ്ഞ് വരാനും ഒത്തിരി ടൈം. അവൾ പെട്ടെന്ന് ഇറങ്ങി ഒക്കെ നടന്നപ്പോൾ ഞാൻ വീണ്ടും അവളെ ട്രെയിലാക്കി വെച്ചു. അപ്പോൾ പിന്നെ പതുക്കെ തടവി കൊടുത്തപ്പോൾ അവൾ പെട്ടെന്ന് പ്രസവിച്ച് തന്നു 3ാമതൊരു കുഞ്ഞിനെ. അതുപോലെ അതേ 4ാമതൊരു കുഞ്ഞിനെ കൂടി അവൾ പ്രസവിച്ച് തന്നിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്നൊരു 6:30ക്ക് അവൾക്ക് വേദന തുടങ്ങിയിട്ട് 7:30 ആയപ്പോഴത്തേനും അവൾ 4 കുഞ്ഞിനെയാണ് ഓരോരുത്തരിങ്ങനെ പറയുന്ന കണ്ടു, അതുപോലെ കേട്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ പ്രസവിക്കുക പൂച്ചക്കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ രാത്രി വേദന തുടങ്ങി അവർ വെളുപ്പിനെ വരെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചക്കി അങ്ങനെ ഒന്നല്ല കേട്ടോ, അവൾ ഭയങ്കര സ്നേഹമുള്ളവളാണ്. അതുപോലെ തന്നെ പഠിച്ചോനറിയാം, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പഠിച്ചോനും കഷ്ടപ്പെടുത്തിയില്ല, ഞങ്ങളെ ചക്കിയും കഷ്ടപ്പെടുത്തിയില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല 4 സുന്ദരി കുട്ടികളെ തന്നിട്ടുണ്ട്. ആണും പെണ്ണൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഞങ്ങൾ വേഗം അവരെ കൂട്ടിലാക്കി, തുണിയൊക്കെ വിരിച്ചു കൊടുത്ത് കൂട്ടിലാക്കിയിട്ടോ, നല്ല തുണിയൊക്കെ വിരിച്ചു കൊടുത്തിട്ട് കൂട്ടിലാക്കിയിട്ട് അവർ അമ്മയുടെ ചൂട് തട്ടണം. പിന്നെ അതുപോലെ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് പാല് കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പാല് കൊടുക്കാനൊക്കെ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. അവർ തന്നെ തിരഞ്ഞു പിടിച്ചിങ്ങാണ്ട് 4 നിരക്കനെ ഇരുന്ന് പാല് കുടിക്കട്ടോ. പിന്നെ നമ്മുടെ ചക്കിനെ പറയന്നെ വേണം, അവൾ ഭയങ്കര കുഞ്ഞാണെന്നൊന്നും, അവൾ കുഞ്ഞാണ് പക്ഷേ അമ്മ റോള് ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷേ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്നുള്ളത്. അപ്പോൾ അവർക്ക് പാലൊക്കെ അവളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് ഞങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഒന്നുകൂടെ ഇങ്ങനെ ഒരു കുഞ്ഞും കൂടി വരാനുണ്ടെന്ന് മനസ്സിലായത്. വേഗം ഞങ്ങൾ കൂട്ടുന്ന കുട്ടികളൊക്കെ മാറ്റി വേറെ വെച്ചിട്ട് നോക്കുമ്പോൾ അതേ ഒന്നുകൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം വന്ന് നോക്കുമ്പോൾ അവൾ ഇച്ചിരി പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവളെ ശരീരം തന്നെ നക്കി ഇങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവൾ 5ാമത് പ്രസവിച്ചിട്ടോ. അതേ ബ്ലാക്ക് കളറുള്ള ഒരു കുഞ്ഞിനെയും കൂടിയും പ്രസവിച്ചു. അങ്ങനെ പല കളറിലുള്ള 5 കുഞ്ഞുങ്ങളെയാണ് അവൾ ഞങ്ങൾക്ക് തന്നത്. പിന്നെ അവളെ ഞങ്ങൾ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൂട്ടിലിട്ട് കൊടുത്തു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, അവളൊന്നും കഴിച്ചിട്ടുമില്ല, കൊടുത്തപ്പോൾ കഴിച്ചതുമില്ല. പിന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ഞങ്ങൾ വേഗം അവളെ കുളിപ്പിക്കുകയാണ്, കാരണം പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനും അവൾക്കും ഇൻഫെക്ഷനും കാര്യങ്ങളും വരുമല്ലോ എന്ന് വിചാരിച്ച് വേഗം കുളിപ്പിച്ച് പിന്നെ അവളെ ഉണക്കി കൊടുക്കുകയാണ് കേട്ടോ.
എന്താ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനൊക്കെ വരും. പിന്നെ അതുപോലെ അവളെ രോമൊക്കെ ജട പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചീകി കൊടുത്ത് പതുക്കെ, പ്രസവം കഴിഞ്ഞല്ലേ ഉള്ളൂ, വേദനയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ വേഗം ഫുഡ് കഴിക്കാൻ പോവുക. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ അവൾ പോയി മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് അവളെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ഫുഡൊക്കെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ചുന്ദര കുട്ടപ്പന്മാർ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ചക്കി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ അവൾ കുടിക്കുകയാണ് കേട്ടോ. അവളെ കാര്യങ്ങൾ കൃത്യമാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ തന്നെ കൂട്ടിൽ വരുന്നുണ്ട് കേട്ടോ. മറ്റേത് അങ്ങനെയല്ലായിരുന്നേ. നമ്മൾ പ്രസവിക്കാറായ സമയത്ത് നമുക്ക് വേറെയും ഇവിടെ കുട്ടികളുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിലൊന്നിങ്ങനെ ഇങ്ങനെ ഹീറ്റായി കൊണ്ടിരിക്കണവരാണ്. അപ്പം ഇവളിങ്ങനെ കടിക്കാനൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവൾ ഗർഭിണിയാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു കൂട് മേടിച്ചു. പൊതുവേ ഞങ്ങൾ കൂടൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇങ്ങനെ പ്രസവമാകുന്ന സമയത്ത് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. ഇവളെ കൂട്ടിലിട്ടാൽ ഇവൾ കിടക്കില്ല, വേഗം കട്ടിലോട്ട് കൂടും. പക്ഷേ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് ഒരു അമ്മയായപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ തിന്നുന്നു, കുടിക്കുന്നു. അത് കഴിഞ്ഞ് തനിയെ വന്ന് കുഞ്ഞുങ്ങളെ അടുത്ത് വന്ന് കിടന്ന് കൊടുക്കുക പാലെടുക്കാനായിട്ട്. എൻ്റെ പൊന്നേ, എന്ത് സന്തോഷം എന്നറിയാം കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരും നല്ല തല്ലട്ടോ. 2 പേരും ഒരു കുടിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ശരിക്കും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പാൽ കുടിക്കുന്നത് കണ്ട എന്ത് സന്തോഷമാണെന്നറിയാം ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല ഉറക്കമാണ് കേട്ടോ. ചക്കി കറക്റ്റായിട്ട് കിടന്നു കൊടുക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ കരയുകയാണെങ്കിൽ പാല് കിട്ടാഞ്ഞിട്ടാന്ന് അവൾക്ക് മനസ്സിലായിട്ട് അവരെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കിടന്നു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും വളർത്തണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ കണ്ണ് തുറന്ന് അതൊക്കെ കൊടുക്കും. നമുക്ക് ഓൾറെഡി 3 പൂച്ചയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.